സ്വന്തം അമ്മയോടൊപ്പം പോകുമ്പോൾ അത്രമാത്രം സുരക്ഷിതമാണെന്ന് കരുതിയായിരിക്കണം ആ പൊന്നുമോള്, ആ കല്യാണി എന്ന് പറയുന്ന ആ പൊന്നുമോള് കഴിഞ്ഞ ദിവസം അമ്മയോടൊപ്പം പോയത്. ആ കല്യാണിയെ കുറിച്ച് ഇനിയിപ്പോ നമ്മുടെ പത്രമാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട്. കല്യാണി എന്ന് പറയുന്ന ഒരു ചെറിയൊരു മകള്, കല്യാണി എന്ന് പറയുന്ന ഒരു ചെറിയൊരു മകള്, ആ ചെറിയ മകൾ അംഗൻവാടിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണ കുട്ടിയാ. ആ കല്യാണിയുടെ മാതാവ് ആ കുട്ടി എന്റെ പ്രിയപ്പെട്ടവരെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചോണ്ട് വന്നിട്ട് നേരെ എന്റെ പ്രിയപ്പെട്ടവരെ പുഴയിൽ നിന്ന്, നേരെ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ വലിച്ചെറിഞ്ഞു. റബ്ബേ, ആ പ്രിയപ്പെട്ട പൊന്നുമോള് വിട പറഞ്ഞു. ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ റഹ്മാനെ, സമാധാനം കൊടുക്കണേ റഹ്മാനെ. ഞാൻ വെറുതെ പറഞ്ഞല്ല, എത്രയോ പാവപ്പെട്ടവരും മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അത് ഉള്ളപ്പോൾ എന്റെ പ്രിയപ്പെട്ട എന്റെ വില അറിയൂല. നമ്മുടെ മടിയിലിരിക്കുന്ന ചെറിയ മക്കളും മരിച്ചാൽ നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ സഹിക്കാൻ കഴിയില്ല. നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോ നമ്മുടെ മക്കളുടെ മയ്യത്തിന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണേണ്ട ഒരു അവസ്ഥ, അത് വല്ലാത്ത സങ്കട. കല്യാണി എന്ന് പറയുന്ന പൊന്നുമോളെ മുകളിൽ നിന്ന് താഴത്തേക്ക് എറിഞ്ഞു. എന്നിട്ടൊരു കൂസലുമില്ലാതെ എന്റെ പ്രിയപ്പെട്ടവരെ, അതിന്റെ അമ്മ എന്റെ പ്രിയപ്പെട്ടവരെ നേരെ വീട്ടിൽ പോയി. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, അവസാനം അറസ്റ്റ് രേഖപ്പെടുത്തി കുറ്റം സമ്മതിക്കുമ്പോ നമ്മൾ ആലോചിച്ച് നോക്കണം, എത്ര മക്കളെയാണ് റബ്ബേ നമ്മുടെ നാട്ടിൽ എന്റെ പ്രിയപ്പെട്ടവരെ കൊല ചെയ്യപ്പെടുന്നു. അല്ലാഹു ഞങ്ങളുടെ നാട്ടിൽ നീ സമാധാനം നൽകണേ റഹ്മാനെ, നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടും, അത് വല്ലാത്ത സങ്കടമാ, അത് വല്ലാത്ത വേദനയാ. ചോക്ലേറ്റുമായിട്ട് നമ്മൾ ചെല്ലുന്നത് കാത്തിരിക്കുന്ന നമ്മുടെ മുമ്പിലേക്ക് നമ്മുടെ മക്കളുടെ മയ്യത്ത് കഫംപുടവയിൽ പുതിഞ്ഞു വന്നാൽ അല്ലാഹ് അങ്ങനെ ഒരാൾക്കും ഇങ്ങനെ ഒരു അവസ്ഥ നീ വരുത്തല്ല റഹ്മാനെ. മക്കളുടെ മയ്യത്ത് നിസ്കരിക്കേണ്ട ഒരു ഗതികേട് ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും നീ വരുത്തല്ല റഹ്മാനെ.